ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഒരു ടോക്സിക്കിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതാവില്ല. അതായത് ടോക്സിക് പേഴ്സൺ ആണ് നമ്മുടെ പാർട്ട്ണർ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ലൈഫിലോ സമാധാനം കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ അത് തുടക്കത്തിലേ മനസ്സിലാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. സോ ഇത് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സസീവ് കൺട്രോൾ ആണ്. അതായത് ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നിങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓവർ കൺട്രോൾ വരിക. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ എന്തുകൊണ്ട് നീ ഷോൾ ഇട്ടില്ല, അല്ലെങ്കിൽ നീ ഈ ഡ്രസ്സ് ഇടണ്ട, ഈ ഷർട്ട് ഇടണ്ട, ഈ രീതിയിലൊക്കെ പറയുക എന്നുള്ളതാണ്. ഫുൾ ഒരു നിയന്ത്രണം അവർ കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് തന്നെ പറയാം. അതിൽ കയറി ഇടപെടുക എന്നൊക്കെ പറയുമല്ലോ. നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കൊന്നും വലിയ വാല്യൂ പിന്നെ അവിടെ വരില്ല. അതായത് അവർ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക. ആ ഒരു രീതിയിലേക്ക് ഒരു മാറ്റം അവിടെ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതായത് ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ട് അവർ മാറുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആ ഒരു മാറ്റവും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള ഒരു കൺട്രോൾ അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ആണ്. അതായത് ഇപ്പോൾ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. വിമർശനം അവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും രീതിയിലൊരു കുറ്റം അവർ കണ്ടുപിടിക്കേണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ ഏറ്റവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടൊരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ, ഹോസ്പിറ്റൽ കേസിന് നിങ്ങൾ പോയി എന്ന് വിചാരിക്കാം. ഈ ഒരു ഹോസ്പിറ്റൽ കേസിന് നമുക്ക് എന്തായാലും പോകണമല്ലോ. നമ്മൾ പോയിട്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങിക്കാനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ലേറ്റ് ആയെന്ന് വിചാരിക്കാം. വന്നു കഴിയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അതായത് ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കാര്യം ചെയ്തതിന്. നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല, നമ്മളാകെ പോയത് ഹോസ്പിറ്റലിൽ പോകുക, മരുന്ന് വാങ്ങിക്കിയതിനൊക്കെ കുറച്ച് ലേറ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. തിരക്ക് കാരണം ലേറ്റ് ആയിട്ടുണ്ടാവും. ഇത്രയുള്ളത് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരതിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്കത് സെർവ് ചെയ്ത് കൊടുത്തു. അവരത് കഴിച്ചു നോക്കി, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തോ കുഞ്ഞിതായിട്ടൊരു എരിവ് കൂടി പോയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റും. അതല്ലെങ്കിൽ അത് വലിയൊരു കുറ്റമായിട്ട് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആ കറിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലും അതിനെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറയാം. ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിലൊരു കുറ്റം അവർ കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, വിമർശനം എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഐസൊലേഷൻ ആണ്. അതായത് വേറെ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളിത് എന്താണെന്ന് വിചാരിക്കേണ്ട, ഒന്നുമില്ല. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, ഇവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? പക്ഷേ അതിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും എന്നുള്ളതാണ്. ഫ്രണ്ട്സിനോട് പോകാൻ പറ്റില്ല, ഫാമിലിയോട് പോകാൻ പറ്റില്ല. അതായത് തീരെ അവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് വരില്ല മീൻസ് വരത്തില്ല, അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഏതൊക്കെ വഴിയുണ്ടോ ആ വഴിയിലൂടെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അതായത് ഇവരിലേക്ക് മാത്രമായിട്ട് ഒതുക്കി നിർത്തുക എന്നൊരു ചിന്ത അവർക്കുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ആളുകളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അവിടെ നിങ്ങൾക്ക് വരില്ല എന്നുള്ളതാണ്, ഒരു കോണ്ടാക്റ്റ് വരില്ല. അപ്പോൾ ഇവിടെ എന്താ വേറൊരു കാര്യം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആവശ്യമുള്ള മറ്റു പലരും ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കണം, ടൈം കുറേ സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഒരു സ്വഭാവം കൊണ്ട് അവർക്കും വിഷമം ഉണ്ടാവും, നിങ്ങൾക്കും വിഷമം ഉണ്ടാവും. അതായത് നിങ്ങളെ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കുകയാണ് ഇവർ ചെയ്യേണ്ടാവുക. ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഇവരിലേക്ക് മാത്രമാക്കി നിർത്തുക, മറ്റാരിലേക്കും വിടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിക്കേണ്ടാവും. അപ്പോൾ ഈ ഒരു പെരുമാറ്റം അവരിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർ സെർച്ച് ചെയ്യും. അതേപോലെ തന്നെ അതൊന്ന് യൂസ് ചെയ്യാൻ വല്ലാണ്ട് നിങ്ങളെ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മൂഡ് സ്വിങ്സ് ആണ്. അതായത് പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിലും മാറ്റം വരും. ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടെയാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ മാറും, ദേഷ്യപ്പെട്ട് സംസാരിക്കും. അപ്പോൾ ഈ ഒരു മൂഡ് സ്വിങ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുണ്ടാവും. പക്ഷേ ഈ ടോക്സിക് ആയിട്ടുള്ള പേഴ്സണിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. മറ്റുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു ടൈം പീരീഡിലേ വരുള്ളൂ, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ ടോക്സിക് പേഴ്സൺസിൽ അങ്ങനെയല്ല ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും.
അതായത് പെട്ടെന്ന് അവരുടെ മൂഡ് ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവരിപ്പോൾ ഏത് രീതിയിലിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് മൂഡിലിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഹാപ്പി ആയിട്ടാണോ, ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത വഴക്കാവോ, രണ്ടെണ്ണം കിട്ടുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബിക്കോസ് അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ്. അതായത് എന്തൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാലും എന്തൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ആയിട്ട് പറയുക എന്നുള്ളതാണ്. അതായത് നീ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ പറയും. അതിപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല, ഒരിക്കലും അത് സമ്മതിച്ചില്ല. നിന്റെ തെറ്റാണ്, നീ ചെയ്തതിൻ്റെ തെറ്റാണ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ അത് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അതിനെങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് നമ്മൾ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു കാര്യമാണെങ്കിലും അതിനെ വളച്ചെടുത്ത് നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് തരുമല്ലോ. ആ രീതിയിൽ അവർ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ദോഷമായിട്ട് അതിനെ കാണുകയും ആ രീതിയിലേക്ക് ആ ഒരു കാര്യത്തെ മാറ്റുകയും അവർ ചെയ്യുന്നുള്ളതാണ്. അതായത് അവർ സേഫായിരിക്കണം, അവരെപ്പോഴും സേഫാണ്, പക്ഷേ പ്രശ്നം നിങ്ങളുടെ തലയ്ക്ക് വന്നാലും കുഴപ്പമില്ല, ഈ രീതിയിൽ കുഴപ്പമില്ല എന്നല്ല അതിനാണ് അവർ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെയും കുറേ ഉണ്ട്, വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ടും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ നിന്ന് അകറ്റുക, കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ചിലപ്പോൾ ഒരേ സമയം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഇത് പൊസസീവ്നെസ് ആണെന്ന് വിചാരിക്കരുത്. പലർക്കും മിസ്റ്റേക്ക് വരുന്ന ഒരു ഘട്ടമാണിത്. അതായത് നമ്മൾ വിചാരിക്കും ഇത് പൊസസീവ്നെസ് ആണ്, എൻ്റെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല. നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് പൊസസീവ്നെസ് വരും. അത് കൂടി കഴിയുമ്പോൾ അത് ടോക്സിക് ആയിട്ട് മാറും. അപ്പോൾ ടോക്സിക് എന്ന് പറയുന്നത് പൊസസീവ്നെസ് മാത്രമാണ് എന്ന് വിചാരിച്ചിരിക്കരുത്, അതിനേക്കാൾ അപകടകാരിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തുടക്കത്തിലേ മനസ്സിലാക്കുക, അത് മാറ്റാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഭയങ്കര കുറേ നാൾ കഴിഞ്ഞ്, അതായത് ടോക്സിക് എന്നുള്ളത് കുറേ കഴിഞ്ഞ് നമ്മൾ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറണം എന്നില്ല. സോ സ്റ്റാർട്ടിങ് തന്നെ അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് അയാൾക്ക് അയച്ചു കൊടുക്കാമെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്